അസ്സലാമലൈക്കും, വെൽക്കം ടു ലേജീസ് ഡെലിക്കസീസ്. അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാൽമൺ വിത്ത് വൈറ്റ് സോസ് ആണ് കേട്ടോ. സാൽമൺ ഞാനിവിടെ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സാൽമൺ നല്ലോണം റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് സോയാ സോസ്, വിനീഗർ, പിന്നെ സോൾട്ട്, പിന്നെ പെപ്പർ, ചില്ലി പൗഡർ, ഒലിവ് ഓയിൽ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഞാൻ മിക്സാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡും ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ മിക്സാക്കിയ ഫിഷസ് എല്ലാം ഫ്രീസറിലാണ് വെക്കുന്നത്. ഒരു 10 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കുക, ഹാഫ് ആൻ അവർ വെക്കാൻ സമയമുള്ളവർ വെക്കാം. പക്ഷെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ ഫ്രീസറിൽ വെച്ച്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 2 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം ഞാൻ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ലോണം നമ്മൾ ഇളക്കി. അപ്പോൾ ഈ കട്ടൊക്കെ മാറി ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല തിക്ക് ക്രീമായിട്ട് വരും. പിന്നെ ഞാനിവിടെ ഒറിഗാനോ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോൾട്ടും പിന്നെ പെപ്പറും നമ്മൾ എരിവും ഉപ്പിനും ആവശ്യത്തിനനുസരിച്ച പോലെ നമുക്കിടാം. അതിനുശേഷം ഇതിൽ വേണമെങ്കിൽ ഒലീവ്സ് ഇടാം, എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒലീവ്സൊന്നും എൻ്റെ കയ്യിലില്ല, അപ്പം ഞാൻ അതൊന്നും ഇടുന്നില്ല. ഒന്ന് തിക്കാവുമ്പോൾ ഒരു ബബിൾ വരുമ്പോൾ ഞാനത് ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എയർ ഫ്രയറിലോട്ട് എല്ലാ ഫിഷസും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ തേക്കുമ്പോൾ തന്നെ ഒലിവ് ഓയിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിന് 20 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് 10 മിനിറ്റ്സ് കുക്കാകും. പിന്നെ അതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഒരു 10 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും കൂടെ കുക്കായതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലോട്ട് ഫിഷ് എടുത്ത് സെർവ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഒന്ന് മേലാകെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെലറി ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്നത് സെറ്റായതിന് ശേഷം അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.